ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തമിഴ്നാടുള്ള അടവിനയനാർ ഡാമിലേക്ക് പോകുന്ന ഒരു വഴിയിലാണ് ഇപ്പോഴുള്ളത്. ഈ ഡാമിലേക്ക് പോകുന്ന വഴിയിൽ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടവിനയനാർ ഡാമിന്റെ എൻട്രൻസിലാണുള്ളത്. ഇവിടെ ഈ എൻട്രൻസിന്റെ റൈറ്റ് സൈഡിൽ കൂടെ തന്നെ ഈ പോയേക്കുന്നത് ഇത് മെയിനായിട്ട് താഴെയുള്ള കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഗതിയാണ്. ഇതായാലും ഈ നമ്മൾ താഴോട്ട് വന്ന വഴിയില്ലേ, നമ്മൾ ഈ വന്ന വഴിയിൽ കണ്ട കൃഷി ആവശ്യങ്ങൾക്ക് മൊത്തം ഉപയോഗിക്കുന്ന ഇത്തരം ഈ സംഗതി വെള്ളമാണ്. ഈ വെള്ളം ഒഴുകി അങ്ങ് പോയിട്ടാണ് ഫുള്ള് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇതാണ് അടവിനയനാർ ഡാമിന്റെ ഒരു പൂർണ്ണമായ പിക്ചർ. കാരണം ഇന്നിപ്പോൾ നമ്മൾ വന്നപ്പോൾ നമ്മളൊരു സുഹൃത്ത് വിളിച്ച് നല്ല മഴയുണ്ട്, അതുകൊണ്ട് ഡാം നിറഞ്ഞ് ഒഴുകാൻ സാധ്യതയുണ്ട്, വെള്ളമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് നമ്മളിവിടെ വന്നത്. 3 ആഴ്ചയ്ക്ക് മുന്നേ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഈ ഡാം കാണുന്നതിന് വേണ്ടി വന്നിരുന്നു. അന്ന് നമുക്ക് ഷൂട്ടിംഗ് ഒന്നും നടന്നില്ല. പക്ഷെ അന്ന് നമ്മൾ വരുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. വെള്ളം വലുതായിട്ടില്ല, പക്ഷെ എന്നാലും ഇതിൽ അടിയിൽ ഈ സൈഡിൽ കൂടി ഒഴുകുന്ന ഈ തോടുണ്ടല്ലോ, ഞാൻ ഈ താഴെയോട്ട് കൃഷിക്ക് ഉപയോഗിക്കുന്ന ആ ഒരു സംഗതിക്ക് പോകുന്ന ഈ കാണുന്ന ഇത്, അതിലിപ്പോഴും വെള്ളമുണ്ട്. അതിൽ പഴയ കണക്ക് അന്ന് നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ വെള്ളമുണ്ട്. ഡാം നിറഞ്ഞിട്ട് അതിൽ ഓവർഫ്ലോ ആവും. സെൻട്രൽ കാണുന്ന ഭാഗത്ത് ഓവർഫ്ലോ വരും. അതാണ് ഈ ഡാമിന്റെ ഏറ്റവും വലിയൊരു വ്യൂ എന്ന് പറയുന്നത്, കാണാനായിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. കേരളത്തിലുള്ള ഏകദേശം കൊല്ലവും പത്തനംതിട്ടയും ഒക്കെ പെയ്യുന്ന മഴയുടെ വെള്ളം, ആ മഴവെള്ളം തടഞ്ഞു നിർത്തുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. 600-700 മീറ്ററോളം ഈ ഡാമിൻ്റെ ദൂരം മൊത്തം നീളം വരുന്ന ഈ ഡാമിന്റെ ലെങ്ത് വരുന്നത് ഏകദേശം അത്രയും ദൂരം നീളം വരുമെന്നാണ് പറയുന്നത്. ഈ അറ്റം തൊട്ട് മററ്റം വരെ ഏകദേശം 600 മീറ്ററിനും 700 മീറ്ററിനും ഇടയ്ക്കുണ്ടെന്നാണ് പറയുന്നത്. ഭയങ്കര രസമായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ, അല്ലേ? അല്ല, നമ്മളവിടെ കേരളത്തിൽ നമ്മളെ സാധാരണ ഉള്ള ഡാമുകളൊക്കെ അല്ലല്ലേ, നല്ല വ്യത്യാസത്തിലാണ് ചെയ്തേക്കുന്നത്. കാരണം ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ അത്യാവശ്യം നമുക്ക് വൈകുന്നേരമൊക്കെ നല്ല തിരക്കായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഓവർഫ്ലോ ആവുന്ന ടൈമിൽ, സീസൺ സമയങ്ങളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. അവരെങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഒരു പിടുത്തമില്ല. ഇത് ഈ കാണുന്നത് ഡാമിന്റെ അകത്തുനിന്ന് വരുന്ന വെള്ളമാണ്, ഡാമിന്റെ അടിഭാഗത്തുകൂടി വരുന്ന വെള്ളമാണ്. പക്ഷെ ഇത് ഭയങ്കരമായ ടെക്നോളജി തന്നെ അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് അവർ ചെയ്തേക്കുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ ഐഡിയകളൊന്നും നമുക്കില്ല. നമ്മളത് കണ്ടിട്ട് വളരെ അത്ഭുതത്തോടെ നമ്മൾ നിൽക്കുന്നുണ്ട്. അത് അകത്തേക്ക് കയറുന്നത് ഇതിനടിയിൽ, ഈ ഡാമിന്റെ അടിയിൽ കൂടെ കയറി വരാൻ പറ്റും. അതുവഴി കയറി ഡാമിന്റെ ഈ കാണുന്ന ഇതിനകത്തുകൂടി സഞ്ചരിക്കാന്നാണ് പറയുന്നത്. ഇതിലേക്കൂടെ അങ്ങ് കട്ടിങ്ങിന് അപ്പുറത്തൊരു ഇതുണ്ട്, ഒരു വഴിയുണ്ട്, അവിടെ പോയി ഇറങ്ങാന്നാണ് പറയുന്നത്, അകത്തൂടെ. പക്ഷെ അത് ഇങ്ങനെ അവർ ഇതിന്റെ ജോലിക്കാർ മാത്രമാണ് കയറ്റുന്നത്. കാരണം PWDയുടെ കീഴിലുള്ള PWD ആണ് ഇപ്പൊ നിലവിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് ഈ ഡാമിനകത്തുനിന്ന് വെള്ളം വെളിയിലേക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതിനൊക്കെ കൃഷി ആവശ്യത്തിന് എപ്പോഴും വെള്ളം വേണമല്ലോ, എല്ലാ ടൈമിനും കൃഷി ആവശ്യത്തിന് വെള്ളം വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോകുന്ന വെള്ളം സെറ്റ് ചെയ്തേക്കുന്ന സംഗതിയാണ്. ഈ ചാല് തന്നെയാണ് അങ്ങ് താഴോട്ട് കാണുന്ന വലിയ തോടായിട്ട് പോയേക്കുന്നത്. ഇവിടെ ഇടത് സൈഡിൽ ഈ കാണുന്നതൊക്കെ ഫുള്ള് ഇതാണ്, മാവും തോട്ടങ്ങളൊക്കെയാണ്. ഇത് ഫുള്ള് മാവാണ്. ഈ ഒരു സൈഡ് മൊത്തം മാവാണ്. ഇതിനകത്തോട്ട് നമ്മൾ കയറി പോയാൽ അപ്പുറത്തൂടെ കയറി പോവാം. അവിടെ നിന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അവിടെ നിന്ന് ഇങ്ങനെ കയറി പോയാൽ അകത്ത് പോയിട്ട് ഫുള്ള് തെങ്ങ്, മാവ്. കാരണം ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിലേ വന്നിരുന്നിട്ട് നല്ലതുപോലെ സ്പെൻഡ് ചെയ്യാം, ടൈം സ്പെൻഡ് ചെയ്യാം, ആരുടെ ഒരു ശല്യം ഇല്ലാത്ത നിലയിൽ സ്പെൻഡ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഒരു അടിസൈഡ്. കാരണം ഇവിടെയാണ് അത്യാവശ്യം ആളുകളൊക്കെ ഈ ഡാം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ട് നിൽക്കുന്ന ഒരു മേഖല ഈ കാണുന്ന മേഖലയാണ്. നല്ല അതിവിശാലമായ ഒരു മേഖലയാണ്. കാരണം ഡാമിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ, കാരണം അതിൻ്റെ ഒരു നീളം, ഡാമിൻ്റെ അങ്ങറ്റം ഇങ്ങറ്റം നിൽക്കുന്നത്, ഇതാണ് അതിൻ്റെ ഒരു സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത്. ഇവിടെ 2 സൈഡ് ഒരേപോലെ. ആ കാണുന്ന വലയിട്ടേക്കാണ്, മീൻ വലയിട്ടേക്കാണ്. ആ കിടക്കുന്ന മീൻ വലയാണ്. പുള്ളി വലയിട്ടിട്ട് കാത്തിരിക്കുന്നതാണ് ആ നിൽക്കുന്ന ശരി. അങ്ങ് അറ്റത്തൊരാൾ നിൽക്കുന്നില്ലേ, പുള്ളിക്കാരൻ നമുക്ക് അങ്ങ് അടുത്തോട്ട് പോവാം. പുള്ളി മുന്നിട്ട് പോവാം. ഇവിടെ സാധാരണ മീൻ പിടിക്കാറുണ്ട്. നമ്മൾ ഇന്നാൾക്ക് വന്നപ്പോഴും ഇതേപോലെ ഉണ്ടായിരുന്നല്ലേ. ഇന്നാൾ വന്നപ്പോഴും നമ്മൾ ഒരു 2 ആഴ്ചക്ക് മുന്നേ ഇവിടെ വന്നപ്പോഴും ഇതുപോലെ മീൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മളൊരു പുള്ളിക്കാരനെ കണ്ടു, പുള്ളിയുടെ വലയിട്ടേക്കുന്നു അതിനകത്ത്. അപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്ക് നമ്മൾ മുന്നേ വന്നപ്പോഴും ഇതുപോലെ അന്നും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വല ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് വേറൊരു പുള്ളി ചൂണ്ടയായിട്ടൊക്കെ ഇരുന്ന്
മീൻ പിടിക്കുന്ന ഒരു കാഴ്ചയും കൂടെയൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പം കണ്ട് ഇവിടെ കാണത്തുണ്ടോന്ന് അറിയില്ല. കാരണം എത്ര വല പോട്ടിருக்கு? എത്ര വല ഇട്ടിருக்கு? 7 വല പോട്ടിருக்கு. 7 വല ഇതിലിട്ടിട്ടുണ്ട്. അപ്പം നിലവിൽ മീൻ പിടിക്കാൻ. മീൻ എടുക്കാ? അധികമാ എടുക്ക? മീൻ ധാരാളം ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. ഇവിടെ എങ്ങനെയാ മീൻ വരുന്നത്? എന്താ മഴയത്ത് കയറി വരുമാ? പുള്ളി പറയണേ ഇവിടെ ഇതിന്റെ തൊട്ട് താഴ് ആ ഭാഗത്ത് ആ കാണുന്ന സൈഡിൽ ഒരു വലിയൊരു കുളമുണ്ട്. ആ കുളത്തിനകത്തുനിന്ന് മഴ പെയ്യുമ്പോൾ വെള്ളം കയറിയിട്ട് നേരെ ഇതിനകത്തേക്കാണ്ട് കാണിച്ചു തരാം. ആ റോഡ് ക്രോസ് ചെയ്തിട്ടൊരു ഓവൻ, ഒരു വെള്ളം പോകാനുള്ള ഒരു സംഗതിയുണ്ട്. അതുവഴി കയറി വരുമെന്നാണ് പറയുന്നത്. നല്ല വലിയ മീനൊക്കെ കിട്ടുമെന്നാണ് പുള്ളി പറയുന്നത്. നമ്മളെ കൂടെ നിന്നുള്ള നമ്മുടെ അമാനുമാണ്. ഇവിടെ ഈ വലയിട്ടേക്കുന്ന പുള്ളിയായിട്ട് നമ്മൾ സംസാരിച്ചു, കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പുള്ളി പറയുന്നത് ഇതിന്റെ അടിയിലുള്ള ഇതിന്റെ മുകളിൽ നിന്ന് വെള്ളം വരുന്ന ഒരു സംഗതിയാണ്. ഇതിന്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു ഷട്ടർ സംഗതി ഇതിന്റെ അടിയിലുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഡാമിന്റെ മുകളിലേക്ക് പോവുകയാണ്. ഇതാണ് ഈ ഡാമിന്റെ നമുക്ക് മുകളിലേക്ക് പോകാനുള്ളൊരു വഴി. ഇതിന്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ പറഞ്ഞ പാർക്ക് ഉള്ളത്. ഇതിന്റെ റൈറ്റ് സൈഡിലാണ് പാർക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. ഡാമിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ ചെറിയൊരു പാസ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് 4 വീലറിനൊക്കെ പാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. ഇതാണ് മുകളിലേക്ക് പോകുന്ന വഴി. ഒരു ബൈക്ക് ഇരിപ്പുണ്ട് മുന്നിൽ, എടുത്ത് മറിച്ചളയരുത്. പക്ഷെ ബൈക്ക് യാത്രയ്ക്കൊക്കെ വരുന്നവർക്ക് സുഖമായിരിക്കും കേട്ടോ. ബൈക്കിലൊക്കെ വരുന്നെങ്കിൽ അത്യാവശ്യം നമ്മൾ വന്നപ്പോ ഇത്രയും പോയിട്ടില്ല. ഒന്ന് മാത്രമല്ലളിയാ, അന്ന് മഴ വലുതായിട്ട് പെയ്തില്ല. നമ്മൾ വരുമ്പോ മഴ പെയ്തിട്ടില്ല. പിന്നെ അതുപോലെ നമ്മൾ ബൈക്കിലായിരുന്നു വന്ന. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഡാമിന്റെ, നമ്മൾ കയറി ഇങ്ങനെ ഡാമിന്റെ മുകൾ ഭാഗത്തെത്തി. ഈ മുകൾ ഭാഗത്ത് നിന്നുള്ള ഡാമിന്റെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഒരു രക്ഷയില്ല, അന്യായമായ വ്യൂ ആണ്. ഇപ്പോൾ ഈ ഡാം നമുക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഫ്രണ്ടിൽ അടച്ചിട്ടിട്ടുണ്ട്. നമ്മൾ എൻട്രൻസ് കയറി വന്ന് മുകളിൽ വരുമ്പോൾ ഡാമിന്റെ സെന്ററിലേക്ക് പോകുന്ന വഴി അടച്ചിട്ടുണ്ട്. അത് PWDയുടെ അണ്ടറിലുള്ള ഡാമാണ്. PWD ആണ് നോക്കുന്നത്. കാരണം തമിഴ്നാട്ടിൽ നമ്മൾ മറ്റ് ഡാമുകളിലൊക്കെ പോകുമ്പോൾ തന്നെ എല്ലാ ഡാമുകളും ഇതേ അവസ്ഥ തന്നെയാണ്. എല്ലാ ഡാമിന്റെയും മുകൾ ഭാഗത്തേക്ക് ആളുകളൊന്നും കയറ്റുന്നില്ല. എന്തെങ്കിലും സുരക്ഷാ സംവിധാനവുമായി ബന്ധപ്പെട്ട് അവർ അടച്ചിരിക്കുന്നതായിരിക്കും. എല്ലാ ഡാമുകളും നമ്മളിതിന് മുന്നേ ഗുണ്ടാർ ഡാം പോകുമ്പോഴും അതുപോലെ മറ്റു ഡാമുകളൊക്കെ പോകുമ്പോഴും അടച്ചിരിക്കുന്നു. അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്ക് വരാനുള്ളത് നമ്മളെ താഴ്ഭാഗത്തു കൂടി, നമ്മൾ പാർക്കിന്റെ താഴ്ഭാഗത്തു കൂടി കയറി വരിക. ഇവിടെ ഫീസ് ഉണ്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ വാങ്ങുന്നില്ല ഫീസ്. കാരണം റോഡ് അഴുക്കായതുകൊണ്ടാണ് വാങ്ങാത്തത്. അതുപോലെ നമ്മൾ ഈ എൻട്രൻസിൽ വന്ന് കയറുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ താഴ്ന്ന് കയറി വരുന്ന ആ റോഡ് നേരെ അങ്ങ് പോയാൽ ഒരു 1.5 കിലോമീറ്റർ കൂടി പോകുമ്പോൾ അടിപൊളിയായിട്ട് കുളിക്കാൻ പറ്റുന്ന, ഈ ഡാമിനകത്ത് ഇറങ്ങിയിട്ട് കുളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഡാമിൻ്റെ, അടവി നയനാർ ഡാമിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുടെ വിശേഷങ്ങളും അടുത്ത സ്ഥലത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.